friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കേരള ബേക്കറി സ്റ്റൈലിലുള്ള ജിലേബി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ജിലേബി അല്ലെങ്കിൽ ജാംഗിരി എന്ന് പറയും. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഞാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ജിലേബിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ജാംഗിരി അല്ലെങ്കിൽ കേരള സ്റ്റൈലിലുള്ള ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. മുഴുവനോട് കൂടിയ ഉഴുന്നാണ് കേട്ടോ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. സാധാരണ രീതിയിൽ ജാംഗിരി തയ്യാറാക്കുമ്പോൾ ഉഴുന്ന് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുക. ജലേബി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ജിലേബി തന്നെയാണ് പറയുക. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ ആൾക്കാരൊക്കെ ജിലേബി എന്ന് തന്നെയാണ് പറയുക ഈ ഒരു ഐറ്റത്തിനും. നമ്മുടെ കേരള ബേക്കറി സ്റ്റൈലിലുള്ള ജിലേബിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 3 മണിക്കൂറോളം സമയം ഞാനിത് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഉഴുന്നൊന്ന് നല്ലപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം മുഴുവനായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെയായിട്ട് തന്നെ അരച്ചെടുക്കുക. ആദ്യം അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ 1-2 ടേബിൾ സ്പൂൺ വീതം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ അരയ്ക്കുക, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉപയോഗിച്ച് നല്ല പോലെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നിങ്ങളിത് ഗ്രൈൻഡറിലാണ് അരച്ചെടുത്തെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം, ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം തന്നെ ചെയ്തെടുക്കുക, അപ്പോഴായിരിക്കും ജിലേബി നല്ല അടിപൊളിയായിട്ട് തന്നെ വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ അല്ലെങ്കിൽ റോസ് എസെൻസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ റോസ് എസെൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിൽ വേണ്ട. റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിലാണ് റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറും 1/4 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വീട്ടിൽ നമ്മളിപ്പോൾ സാധാരണ തയ്യാറാക്കുമ്പോൾ ഫുഡ് കളർ നമുക്ക് ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഫോട്ടോയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കളർ ചേർക്കുന്നത്. ഇനി നല്ല പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫുഡ് കളർ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അളവിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് തന്നെ മതി, ഒരു 2 നുള്ളു മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാവിടെയും അവിടെ ഇവിടെയും 2 കളറായിട്ട് ഇരിക്കരുത്. ഒരു വിസ്ക് ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ശരിക്കും ജലേബി തയ്യാറാക്കണത് മൈദ ഉപയോഗിച്ചിട്ടാണ്, തൈരൊക്കെ ചേർത്തിട്ട്. പുളിയുള്ളൊരു ജിലേബീനെയാണ് ശരിക്കും ജലേബി എന്ന് പറയുക, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ജിലേബി. ഇതെന്ന് പറയുന്നത് ശരിക്കും ജാംഗിരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ജാംഗിരി എന്നൊന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല. ജിലേബി എന്ന് തന്നെയാണ് എല്ലാവരും സാധാരണ പറയാറ്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളൊരു സ്പൂണിലെടുത്തിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് വീഴാൻ ബുദ്ധിമുട്ടായിരിക്കും. അത്രയും നല്ല അടിപൊളിയായിട്ട് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. കേക്ക് ഫ്രോസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കണം സാധാരണ ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു സിപ്പ് ലോക്ക് കവർ എടുക്കാം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് കവർ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു ബാറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു വലിയൊരു ഗ്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് എടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ. അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ പുറത്തോട്ടൊക്കെ പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ ഇതിൽ ഒരുപാട് കുത്തി നിറച്ച് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ പിന്നെ നമുക്കിത് കറക്റ്റായിട്ട് പൈപ്പ് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സോസിൻ്റെയൊക്കെ ബോട്ടിലുണ്ടല്ലോ, സോസൊക്കെ നമ്മൾ സാധാരണ എടുക്കുന്ന ബോട്ടിൽ, അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിലിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിലും ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഉഴുന്ന് അരച്ചിട്ട് നമ്മൾ അപ്പം തന്നെയാണ് ഇത് തയ്യാറാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഉഴുന്നരച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്, 250 ml കപ്പിൽ കേട്ടോ. ഇത് കറക്റ്റായിട്ടുള്ള ഒരു അളവ് തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര നല്ലപോലെ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഈ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് സ്ട്രിങ് കൺസിസ്റ്റൻസി ആക്കിയിട്ടാണ് എടുക്കേണ്ടത്. അതായത് ഒരു നോൽപ്പരുവം ആവണ്ട, അതിനു മുമ്പുള്ള ഒരു കൺസിസ്റ്റൻസി, അതായത് ഒന്ന് ഒട്ടി വരണം, ആ ഒരു രീതിയിലാണ് ഇത് കറക്റ്റായിട്ട് വരിക. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ ഒന്ന് ചതച്ചതിന് ശേഷം അങ്ങനെ ഇട്ട് കൊടുത്താലും മതി, ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ടോ. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഒരുക്കി വരട്ടെ. കുറച്ച് തിക്കായിട്ട് വരണം ഈ ഒരു ഷുഗർ സിറപ്പ്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അപ്പുറത്തെ അടുപ്പിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നോളും നമ്മൾ ജിലേബി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം അളവിൽ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷേ പുളി ഒരിക്കലും കൂടിപ്പോയരുത്. ഈ ഒരു ജിലേബിയിൽ പുളി ഒരിക്കലും മുന്നിട്ട് നിൽക്കരുത് കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ജിലേബി നമ്മൾ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കണ ആ സമയത്ത് ഈ ഷുഗർ സിറപ്പിന് ചൂടുണ്ടായിരിക്കണം, അത് നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഈ ജിലേബി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. അപ്പോൾ എപ്പോഴും ഇതുപോലൊരു പരന്നൊരു പാൻ എടുക്കണം ജിലേബി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അളവിൽ ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഫിൽ ചെയ്ത് വെച്ച് ആ പൈപ്പിംഗ് ബാഗ് എടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കറക്റ്റായിട്ട്. അപ്പോൾ ഒരുപാട് വലിയ ഹോളായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ ഒരിക്കലും. ആവശ്യത്തിന് വലിപ്പത്തിലുള്ള ഒരു കട്ടിങ് മാത്രം കൊടുത്താൽ മതി നമുക്ക്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണ്. ജിലേബിയുടെയൊക്കെ ഒരു സൈസ് അറിയാലോ. അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന്, ആദ്യമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ എണ്ണയ്ക്ക് ഒരുപാട് ചൂടുണ്ടാവരുത്. എണ്ണയ്ക്ക് ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിലേബി കറക്റ്റായിട്ട് ഇതിൽ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അതായത് ചെറിയൊരു ചൂട് മാത്രം മതി എണ്ണയ്ക്ക്. ഇനി ഇതുപോലെ നമുക്കൊന്ന് സർക്കിളായിട്ട് ഇതുപോലെ ഒന്ന് 2 or 3 ചുറ്റിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ ജിലേബിയുടെ ഒരു ഷേപ്പിൽ, ഇപ്പോൾ നമുക്ക് സാധാരണ അറിയാമല്ലോ ജിലേബി കാണുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. ഒന്നില്ലെങ്കിൽ ഒരു ലെയറായിട്ട് ചുറ്റിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വീണ്ടും നമുക്കൊരു 2 or 3 സർക്കിൾ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു ഷേപ്പിലായിരിക്കും എന്ന് തോന്നുന്നുണ്ട് മിക്ക ബേക്കറീസിൽ നിന്നും ജിലേബി കൂടുതൽ നമ്മൾ കാണുക. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു സൈസൊക്കെ തന്നെ മതി, ഒരുപാട് വലിപ്പമൊന്നും വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ജിലേബികൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ജിലേബിയൊക്കെ ആകുമ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വലിപ്പമില്ലാത്ത പാനായ കാരണം അത്രയധികമൊന്നും നമുക്ക് ഒരേ സമയത്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. ഞാനപ്പോൾ ഉള്ള സ്പേസിലാണ് ഇതുപോലെ ചുറ്റിച്ചെടുത്ത് കൊടുക്കണത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ 3 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 കൂടി ചുറ്റിച്ചെടുക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ചിലപ്പോൾ ചുറ്റിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരണമെന്നില്ല. 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആ ഒരു ഇത്. ഈ ഒരു ചുറ്റിച്ചെടുക്കണതിൻ്റെ ഒരു ഷേപ്പ് എന്നൊക്കെ പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് കൊണ്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മൾ ചെയ്ത് അത് കറക്റ്റായിട്ട് തന്നെ വരും. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ പിന്നെ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ നമുക്കിത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊന്നും കറക്റ്റായിട്ട് കുക്കായിട്ട് വരില്ല. പിന്നെ ജിലേബി കോരി മാറ്റുന്നതിന് മുമ്പ് ജിലേബി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരണം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അപ്പോൾ ശ്രദ്ധിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരിക്കലും ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറോട് കൂടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉഴുന്ന് തന്നെയാണല്ലോ. ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചൂടുണ്ടായ മതി, തിളച്ച ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. ചൂട് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ഇത് കറക്റ്റായിട്ട് അബ്സോർബ് ആവും. പക്ഷെ കുറച്ച് അധികം സമയം പിടിക്കുന്നു മാത്രം. ചൂടോടുകൂടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് ഈ ജിലേബി പെട്ടെന്ന് വലിച്ചെടുക്കും കേട്ടോ.
അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ജിലേബി മുങ്ങിക്കിടക്കണം ഷുഗർ സിറപ്പിൽ. ഈ തവി ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് അങ്ങനെ എടുത്താലും മതി കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കറക്റ്റായിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് സോക്കായിട്ട് കിടക്കണം. അപ്പോൾ അടുത്ത ജിലേബി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണ ആ ഒരു സമയം മതി. അടുത്ത ബാച്ച് ഫ്രൈ ചെയ്തെടുക്കണ ആ ഒരു സമയം, അത്രയും സമയമൊക്കെ തന്നെ മതി കേട്ടോ. ഒരു 5-6 മിനിറ്റൊക്കെ മതിയാവും ഇത് കറക്റ്റായിട്ട് സോക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. സോക്കായിട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഈ ജിലേബിയുടെ കളർ തന്നെ മാറി വരും ഷുഗർ സിറപ്പ് അബ്സോർബായിട്ട് വരുമ്പോൾ. ഇനി എല്ലാം നമുക്കൊന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഇല്ലാത്തൊരു രീതിയിൽ നന്നായിട്ട് എണ്ണ ഡ്രെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. ഇനി ബാക്കിയുള്ള ജിലേബി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ചെറുത് തയ്യാറാക്കി എടുക്കാം. ചെറുത് നല്ല അടിപൊളിയായിട്ട് തന്നെ വരും. കുട്ടി ജിലേബികളൊക്കെ അടിപൊളിയാണല്ലോ. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂട് ശ്രദ്ധിക്കുക, ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് അളവ് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. അപ്പോഴും ഇതെന്താ പറയുക, നമ്മൾ ഇത് പൈപ്പ് ചെയ്ത് എടുക്കുമ്പോഴേക്കും അത് മുകളിലേക്ക് പൊങ്ങി വരും. എണ്ണയുടെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ കറക്റ്റായിട്ട് പൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഒരു ഷേപ്പിലേക്ക്, നമ്മൾ വിചാരിച്ചൊരു ഷേപ്പിലേക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ കേരള സ്റ്റൈൽ ജിലേബി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാക്കി അപ്പം തന്നെയല്ല അത് ടേസ്റ്റി ആയിട്ട് വരിക. നന്നായിട്ട് തണുത്തതിന് ശേഷം പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും ആ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. നോർത്ത് ഇന്ത്യൻ ജിലേബിയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെയൊക്കെ സാധാരണ ചൂടോട് ഒക്കെ കൂടെ കഴിക്കണ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ ലാസ്റ്റ് ബാച്ചാണ്. കണ്ടില്ലേ, ഷുഗർ സിറപ്പ് ഒരുവിധമായി. നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പിൽ. ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ, അതിനുശേഷം ഞാൻ കാണിക്കാം. അപ്പം എല്ലാ ജിലേബിയും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് തന്നെ സോക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുക, അപ്പോഴായിരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വരിക. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.